കുരുക്ഷേത്രം ആരംഭിച്ചു. 10-ാം ദിനം വരെ വാർദ്ധക്യത്തിൻ്റെ യാതൊരു ബന്ധനത്തിലും അകപ്പെടാതെ അക്കാലത്ത് ധരണിയിലുണ്ടായിരുന്നതിൽ വച്ച് ഏറ്റവും ധീരനും ശ്രേഷ്ഠനുമാകുന്ന ഒരേയൊരു യോദ്ധാവായി ഭീഷ്മ പിതാമകൻ അവിടെ പരാക്രമങ്ങൾ കാണിച്ചു. എന്നാൽ പിതാമഹന്റെ പരാക്രമണത്തിൻ്റെ ഫലമെന്തെന്നാൽ പാണ്ഡവപ്പടയുടെ സിംഹഭാഗവും ആ 10 ദിനങ്ങൾ കൊണ്ട് തന്നെ തീർന്നിരുന്നു. പലതവണ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു, പിതാമഹനെ പരാജയപ്പെടുത്തുക, അതിലൂടെ അദ്ദേഹത്തെ വധിക്കുക എന്ന്. എന്നാൽ അർജുനൻ അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അതിനാൽ തന്നെ അലസമായ യുദ്ധമുറകൾ അർജുനൻ പിതാമഹന് എതിരെ കാഴ്ചവെച്ചു. എന്നാൽ അർജുനന്റെ ഈ തണുത്ത പ്രതികരണം ശ്രീകൃഷ്ണനെ അതീവ കോപത്തിലാക്കി. ഉടൻ തന്നെ അർജുനനോടും ഭീഷ്മരോടുമുള്ള കോപത്തിൽ ഭഗവാൻ രഥത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും ധരണിയിലേക്ക് കുതിക്കുകയും ചെയ്തു. തുടർന്ന് യുദ്ധത്തിൽ തകർന്ന് സമീപം കിടന്നിരുന്ന ഒരു രഥത്തിൻ്റെ ചക്രം തൻ്റെ കരങ്ങളുടെ തലത്തിൽ വെച്ചുകൊണ്ട് ഒരു സുദർശന ചക്രം എന്നോളം ഭീഷ്മർക്ക് നേരെ പ്രയോഗിക്കാൻ തുനിഞ്ഞു. ഇതുകണ്ട് അർജുനൻ ഭഗവാന്റെ കാൽക്കൽ വീണു. അരുതു മാധവ എന്ന് പറഞ്ഞുകൊണ്ട് കേണു. ഭീഷ്മ പിതാമഹനാകട്ടെ വാസുദേവന്റെ ഈ രൂപം കണ്ട് ആശ്ചര്യത്തോടെ തന്നെ മറന്നുകൊണ്ട് ആ രണഭൂമിയിൽ നിലകൊണ്ടുപോയി. ലോകനാഥനായ ഭഗവാന്റെ ഈ ക്രോധഭാവം കണ്ട് ഭയചിത്തനായ ഭീഷ്മരോട് സാരോപദേശം നടത്തി ഭഗവാൻ. അതിൽ നിന്നും ഈ മഹത്തായ യുദ്ധത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ ഭീഷ്മർ പാണ്ഡവർക്ക് മുൻപിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവത്ഹിതത്തിനായി നിലകൊണ്ടു. എന്നാൽ അമ്പയാകുന്ന ശിഖണ്ഡിനി എന്ന ശിഖണ്ഡിയെയുമായി തനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല എന്നും അതിന് കാരണം 3-ാം ലിംഗത്തിൽ ഉള്ള വ്യക്തിയാകുന്നു എന്നതിനാൽ തന്നെ തനിക്കതിന് സാധിക്കില്ല എന്നും പറഞ്ഞു. താൻ പാണ്ഡവരോടായി നിർദ്ദേശിക്കുന്ന ഒരേയൊരു ഉപദേശമാകുന്നു തൻ്റെ പതനത്തിനായി അമ്പയുടെ ശപഥത്തിന് സാക്ഷാത്കാരമായി ശിഖണ്ഡിനിയെ മുന്നിൽ നിർത്തി അർജുനൻ തന്നെ ധരണിയിൽ പതിപ്പിക്കുക എന്നതായിരുന്നു. പിന്നെ തനിക്ക് അന്ത്യമായ ഒരു അഭിലാഷം ഉണ്ടാകുന്നു, അത് പാണ്ഡവരുടെ വിജയം കാണുക എന്നതായിരുന്നു. അതിനാൽ തന്നെ തനിക്ക് ശരങ്ങളാലാകുന്ന ശയ്യ ചമച്ചു അതിൽ തന്നെ ശയിക്കാൻ അവസരമുണ്ടാക്കി തരുക എന്നതാകുന്നു. സ്വയേച്ഛയാൽ മരണമെന്ന വരം ലഭിച്ചതിനാൽ തന്നെ എത്ര കഠിന വേദനയും മുറിവുകളും ഉണ്ടായാൽ പോലും തൻ്റെ ജീവന് ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാകില്ല എന്നതിനാൽ തന്നെ പാണ്ഡവ വിജയത്തിന് ശേഷം മരണമെന്നത് ചിന്തിച്ചുകൊണ്ട് ശരശയ്യ നിർമ്മിക്കുവാനും അർജുനനാൽ പതനം എന്ന 2 ഉപദേശങ്ങളാകുന്നു ഭീഷ്മ പിതാമഹൻ പാണ്ഡവർക്ക് യുദ്ധവേളയിൽ നൽകിയ ഉപദേശങ്ങൾ.